ഒരു മയക്കുവെടി വയ്ക്കാൻ പോകുന്ന പറയുമ്പോൾ സിമ്പിൾ കാര്യമായിരുന്നു ഞങ്ങൾക്കൊക്കെ. ഇപ്പോഴും നമുക്ക് സിമ്പിളാണ്, പക്ഷെ അതിന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഒരു പ്രായോഗികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം, അത് നമുക്കൊരു ഈഗിൾ ഐ വ്യൂവിൽ കാണാൻ പറ്റണം. അങ്ങനെ മേലെ നിന്ന് നോക്കണം. അപ്പൊ നമ്മൾ ആ ചുറ്റുവട്ടത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അവിടെ എന്തെങ്കിലും നമുക്ക് ആന മയക്കുവെടിച്ചതിന് ശേഷം ആന എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രിക്കോഷൻസ് എന്താ? അതായത് ശരിക്കും ഡോക്ടർ മുൻ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞ പോലെ, അതായത് ഒരു ആനയ്ക്ക് മയക്കുവെടി കിട്ടുന്ന സമയമല്ല, മയക്കുവെടി കിട്ടിയതിന് ശേഷമുള്ള ഒരു സമയം വളരെ ക്രിട്ടിക്കലാണ്. കാരണം വെച്ചാൽ അപ്പുറത്തൊരു തടാകം ഉണ്ടെന്ന് വിചാരിക്കും. തടാകത്തിലേക്ക് ഇറങ്ങിപ്പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടല്, അപ്പൊ കായല്, ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം, ചുറ്റുവട്ടത്തുണ്ടോ നോക്കണം. അതായത് ഒരു 10-45 മിനിറ്റ് ഒരു ചെറിയൊരു സുഖത്തിൽ തന്നെയാണ്. ആ സമയത്ത് അവന്റെ മൂവ്മെന്റിന്, ആ മസിലിനെ റിലാക്സ് ചെയ്യണ സമയമുണ്ട് മൂവ്മെന്റിന്, അതുവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ആക്രമിക്കപ്പെടാം. പിന്നെ ആക്രമണം പലതവണ ഉണ്ടായിട്ടുണ്ട്. ആ ആക്രമണത്തിൽ നമ്മള് മരണത്തിനും ഇതിന്റെ ഒരു ഇടയില് നമ്മൾ പെട്ടിട്ടൊക്കെ ഉണ്ട്. ഒരു തവണ പത്തിരിപ്പാല കഴിഞ്ഞിട്ട് എന്താ പറയാ, ഒരു സ്ഥലത്ത് റോട്ടിൽ ഒരു ആന അടഞ്ഞു നിൽക്കുക. അപ്പൊ ഞാനും പണിക്കസാറും പോയി വെടിവെക്കുമ്പോൾ ഞങ്ങൾ ഒരു വീടിന്റെ മോന്തായി ഇങ്ങനെ താന്ന് കിടന്നത്. അപ്പൊ പണ്ടത്തെ ഒരു വീടാ, ഓടിട്ട വീടാ. അപ്പൊ അത് ഒരു ഇറയൊക്കെ ഉണ്ട്. പിന്നെ കയറിയിട്ടാണ് മെയിൻ വാതില്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വാതിലടയ്ക്കില്ല, ഞങ്ങള് നോക്കട്ടെ. ആ പറമ്പിൽ നിന്ന് ഞങ്ങൾ പറമ്പിലേക്ക് പാപ്പം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ മയക്കുവെടി വെച്ചു. സാറ് വെച്ചു, ഞാൻ തോക്ക് മേടിച്ചു, തിരിഞ്ഞ് നേരെ കയറിയപ്പോ അവര് വാതിലടച്ചത്. കയറാൻ പറ്റില്ല. അപ്പൊ ആന വന്നിട്ട് നേരെ വന്ന് തലോണ്ടൊരു മുക്ക് നോക്കി. അപ്പൊ ഓടൊക്കെ തകർന്നു വീണു. അപ്പൊ പിന്നെ അടുത്ത് ഞങ്ങളെയാണ് പിടിക്കാൻ പറ്റും, ഞങ്ങൾക്ക് വേറെ മാർഗത്തിൽ പോകാനായിട്ട്. പക്ഷെ അത് കണ്ടിട്ട് വേറൊരാൾ അവിടെ നിന്ന് എന്തോ കല്ലെടുത്ത് എറിഞ്ഞ് എന്തോ ഉണ്ടായി, ആന അങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ ശ്രദ്ധ അങ്ങോട്ട് പോയി. ഭയങ്കര സീനുകളാണല്ലോ അതൊക്കെ. നമുക്ക് അനുഭവങ്ങളാണ് അതൊക്കെ. നമ്മള് പെട്ടുപോയി. ഗുരുവായൂർ തന്നെ ഒരു വട്ടം ആനോട്ടത്തിന്റെ ഇടയിൽ ജാമായി ഒരു സ്ഥലത്ത് പോയിട്ട്, ആ പഴയ സത്രത്തിന്റെ ഉള്ളിൽ ജാമായി. ഞങ്ങൾ പിന്നെ സിമ്പിൾ ആയിട്ട് പോയിട്ട് ഞാൻ പോയി അത് മയക്കുവെടി വെച്ച് പിടിച്ചു, അങ്ങനെ ചെയ്തു. അങ്ങനെ ഓരോ അനുഭവങ്ങള് ഓരോ സമയത്തുണ്ടാവും. നമുക്ക് ഇങ്ങനെ കേട്ടിട്ട് മറ്റേ ഈ കൈപ്പറമ്പിൽ വെച്ചിട്ട് ഒരു ഡോക്ടറെ തന്നെ അത് വലിയൊരു ദുഃഖം ഉണ്ടാക്കിയുള്ള കാര്യം എനിക്ക്. കാരണം വളരെ എന്താ പറയാ, മുന്നിൽ ഞാൻ അന്ന് കുന്നംകുളത്ത് ട്രെയിനിയാ. 95-ലാണ് ഞാനിപ്പോ വെറ്ററിനറിയുടെ ഇന്റേൺഷിപ്പ് ഭാഗമായിട്ട്. അപ്പൊ ഞാൻ 94 തന്നെ ഇവരെ കൂടെയുള്ള കാരണം ഇവര് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ വിളിച്ചു പറയും. അന്ന് ലാൻഡ് ഫോൺ ആണല്ലോ. അപ്പൊ അന്ന് കുന്നംകുളം ഓഫീസിന്റെ മുന്നിലാണ് ലില്ലി മേഡം, എന്റെ അവിടുത്തെ SVS എന്റെ വീട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന്റെ നമ്പർ ഉണ്ട്, ലില്ലി മേഡത്തിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് വിളിച്ചു പറയും, ഞാൻ ഇവിടേക്ക് അപ്പൊ കുന്നോളം വഴിക്ക് പോകണമെങ്കിൽ എന്നെ കയറ്റി കൊണ്ടുപോകും. അപ്പൊ ഞാൻ റെഡി ആയി നിൽക്കണം അവിടെ. മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കൈപ്പറമ്പത്ത് രാജേന്ദ്രൻ അടഞ്ഞിട്ടുണ്ട്, ഞാനും പ്രഭാകരൻ സാർ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പണിക്ക സാർ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി, ഞാൻ ബസ് കിട്ടണമല്ലോ, നമ്മള് ഓഫീസിൽ നിന്ന്. ആ സമയത്ത് അവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് പെട്ടെന്ന് തീർത്ത് ഞാനൊരു കൊളീഗിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ സാറ് എൻ്റെ ഇവിടെ ആന പോകണം. അപ്പൊ ഞാൻ ഇടയ്ക്ക് പോകാറില്ല. അതുപോലെ ഇപ്പൊ കോഴിക്കോട് ഭാഗത്തൊക്കെ പോകണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് എന്നെ കയറ്റി കൊണ്ടുപോകാറുണ്ട്. അപ്പൊ നമ്മളൊരു എക്സ്പീരിയൻസ് അവിടെ ആളുകൾക്ക് അറിയാം. അത് കഴിഞ്ഞ് ഞാനവിടെ ചെന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ചെല്ലുമ്പോൾ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മയക്കുവെടി വെച്ചിട്ടുണ്ടായിരുന്നു. മയക്കുവെടി വെച്ച് കൈപ്പറമ്പില്ല. അപ്പൊ പാടത്ത് വെച്ച വെടിവെച്ച് പണിക്കർ സാർ ഒരു സൈഡിലേക്ക്, പ്രഭാകരൻ സാർ വേറെ സൈഡിലേക്ക്. പക്ഷെ ആന പ്രഭാകരൻ സാറ് ഒരു അടി അടിച്ചു. ആളെ ലിവറിന്റെ ഭാഗം ഇഞ്ചുറി വന്ന ആള് മരണപ്പെട്ടു. അപ്പൊ മരണപ്പെട്ടില്ല, അപ്പൊ ശ്വാസം ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടാണ്. അപ്പൊ അന്ന് ഒക്കെ ഭയങ്കര ദുഃഖമായി. ഇതൊക്കെ ഒരു കൺമുന്നിൽ കാണുകയാണല്ലേ. അത് നമ്മള് തുടക്കക്കാരനും അല്ലേ. അപ്പൊ എല്ലാവരും നമ്മളെ കൂട്ടുകാരൊക്കെ മതിയേക്കരാന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇതൊന്നും നിനക്ക് പറ്റി പണിയല്ലാട്ടാ, സൂക്ഷിച്ചോന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിന്തിരിക്കാൻ അല്ല, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കള് പറഞ്ഞിടാ, ഇത് വേണം, അത് റിസ്ക് അല്ലേ. ഞാൻ പറഞ്ഞു റിസ്കിന്റെ അല്ല, നമുക്ക് ഇഷ്ടം കൊണ്ടല്ലേ. ഇഷ്ടം വരുമ്പോ എന്താ പറയാ, റിസ്ക് എന്ന വിഷയമല്ല നമുക്ക്. അല്ലെങ്കിൽ പേടി എന്ന് പറഞ്ഞ സാധനം നമുക്ക് പാടില്ല ജീവിതത്തില്. നമുക്ക് ഇഷ്ടമുള്ള സംഗതി നമ്മൾ ചെയ്യുമ്പോ അതെന്ത് പ്രതിസന്ധിയിലും നമ്മളത് നേരിടും. അതൊരു വികാര. അപ്പൊ അതുകൊണ്ട് അന്നങ്ങനെ മരണപ്പെട്ട, പക്ഷെ അന്ന് നമ്മുടെ മനസ്സിലൊരു ഒരു സ്പർ ഉണ്ടായിരുന്നു. ഇത് മനുഷ്യനടുത്ത് പോകാണ്ട് അതിനൊക്കെ മയക്കുവെടി വയ്ക്കാൻ പറ്റിയെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്നൊക്കെ ഞങ്ങൾ സംസാരിക്കും. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ആനയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അടുത്ത് പോയിട്ടാണ്. ആ ഇഞ്ചക്ഷൻ അകലെ നിന്ന് ചെയ്യുന്നതാണ് മയക്കുവെടി. അടുത്ത് പോയി ഇഞ്ചക്ഷൻ ചെയ്യണതിന് പകരം അകലെ നിന്നിട്ട് സിറിഞ്ച് വെച്ച് വിടുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നു. അത് നമ്മൾ പോവാണ്ട് അത് ചെയ്യാനൊക്കെ പറ്റാൻ മാർഗം ഉണ്ടാവില്ല എന്നൊക്കെ ഇപ്പൊ നമ്മള് മൊബൈൽ ഫോണൊന്നും കണ്ടുപിടിക്കാത്തൊരു കാലമാണല്ലോ. അപ്പൊ നമുക്ക് അതൊന്നും ചിന്തയില്ല. പക്ഷെ അത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് അടുത്ത കാലത്ത് ഇപ്പൊ
ഞങ്ങളിങ്ങനെ ആ കൈപ്പറമ്പ് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഒരു ഡ്രോൺ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ ഒരു ഡ്രോണിന്റെ കട ചരിത്രത്തിന്റെ നിയോഗം ആ നിയോഗം വരെ ഞങ്ങൾ പറഞ്ഞു ഇത് ഇത് ഇവിടെ വെച്ചിട്ട് തന്നെ ഡ്രോൺ കണ്ടുപിടിക്കാനുള്ളത് എന്തോ അതായത് പാടത്ത് ആ പാടത്ത് തന്നെയാണ് ആ ബിൽഡിംഗ് അതിന്റെ പുറകിലാണ് ഈ പാടത്തടിക്കുന്ന ഡ്രോണാണ് ആ പാടത്ത് മരുന്ന് ഈ കടയില്ലേ റോഡ് സൈഡിൽ ഈ സാറ് എന്നെ അപകടം പറ്റിയ പാടത്ത് തന്നെയാണ് ആ കട അവിടെ 50 മീറ്റർ വ്യത്യാസമുള്ളൂ. അതാണ് ഞാൻ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത്. ഒരു നിയോഗം ഉണ്ടല്ലോ ഇതിനൊക്കെ. ഞങ്ങളവിടെ പോയി ചോദിച്ചു. അപ്പൊ ചാവടിക്കാൻ ഡ്രോൺ കാണുകയാണ്. ചാവടി വരുമ്പോ കാറ് തിരിച്ചു വരുമ്പോ കണ്ടു. പക്ഷെ അപ്പൊ നമ്മളൊരു ഹോട്ടലുണ്ട്, ചാവടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇവരുടെ അടുത്തൊന്നും പറയാതെ കൂടെ വന്നവരടുത്തൊന്നും പറയാൻ ഞാൻ പതുക്കെ അങ്ങ് നടന്ന് ആ കടയിൽ എന്താ നോക്കിട്ട് വരാൻ നോക്കിയപ്പോ ഇങ്ങനെ ഗരുഡ അഗ്രികൾച്ചർ ഡ്രോൺ വിൽക്കാൻ വെച്ചിരിക്കും. മീൻ വിൽപ്പന അവരാണ് സെന്ററാണ് തൃശ്ശൂരിന്റെ ഏജൻസി. അപ്പൊ അവരായിട്ട് സംസാരിച്ചു. അപ്പൊ തന്നെ അവരുടെ അടുത്ത് ഒരു ഡ്രോൺ ബുക്ക് ചെയ്തു. അപ്പൊ അവര് അതിന്റെ ഓൾറെഡി ഉള്ള ഒരു തീരുമാനം നമ്മൾ കിട്ടിയപ്പോ ചെയ്യും. നമ്മൾ വെയിറ്റ് ചെയ്യാറില്ലേ, നമ്മുടെ മനസ്സ് അങ്ങനെയാ. അപ്പൊ പൈസ ഉണ്ട് ഇത്ര. അപ്പൊ നമ്മൾ അതിന് വന്നിട്ട് ബാങ്കിൽ പോയി ചോദിച്ച് ലോൺ ശരിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ഡ്രോൺ ആദ്യം വീട്ടിൽ കൊണ്ട് വെച്ചു. പിന്നെ ഇത് അപ്പോഴും ആശയങ്ങളാണല്ലോ. ഡ്രോൺ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കോഴ്സ് പഠിക്കണം. അപ്പൊ കോഴ്സ് പഠിക്കാനായിട്ട് എന്ത് ചെയ്തു, നമ്മള് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡ്രോണിന്റെ ട്രെയിനിങ് കോഴ്സിനായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് അവരെന്നെ കളിയാക്കി. അവിടെ വന്നിട്ടുള്ളതൊക്കെ കാർഷികമായിട്ടും ഫോട്ടോഗ്രാഫി ഇങ്ങനെയുള്ള താല്പര്യമുള്ളവരാണ് അവിടെ വന്നിട്ടുള്ളത് ഈ ഡ്രോൺ പറത്താനായിട്ട്. ഞാൻ എന്തിനാ വന്നു വെച്ചപ്പോ ഞാൻ മയക്കോടി. അപ്പൊ അവര് എന്നെ ലേറ്റ് ആയി കണ്ടില്ലെങ്കിൽ അവര് മയക്കോടി വന്നാ ചോദിക്കും. കുറച്ച് ദിവസത്തെ ക്ലാസ് ആണെങ്കിൽ ആ സുഹൃത്തുക്കളിൽ നമുക്ക് അപ്പൊ തന്നെ മയക്കോടി വന്നാ എന്നിട്ട് എന്താവും നടക്കോ? ഞാൻ പറയും നടക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയണതല്ലല്ലോ, നമ്മൾ നടത്തും. നമ്മുടെ ആശയം അതാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ വണ്ടി മേടിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മള് ലൈസൻസ് എടുക്കണല്ലോ. അപ്പൊ അത് ഞാൻ ലൈസൻസ് എടുക്കാൻ വന്നു. ലൈസൻസ് എടുക്കട്ടെ നമുക്ക് പറ്റുമെന്ന് അറിയില്ല. അപ്പൊ അത് ഒരു ട്രെയിനിങ് നമ്മള് റൗണ്ട്, ചതുരൻ, ഹൈറ്റ് അങ്ങനെയൊക്കെ പറത്തി കാണിക്കണം. അപ്പൊ അത് ടെസ്റ്റ് ഉണ്ട്, 2 ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അത് DGCA ആയിട്ടുള്ള ഡയറക്ട് ഏവിയേഷൻ ആ ഡിപ്പാർട്ട്മെന്റിന്റെ അവർക്ക് പരീക്ഷ കൊടുക്കണം. പിന്നെ അത് ലൈവ് കൊടുക്കണം. അങ്ങനെ കുറെ പണികളുണ്ട്. അതൊക്കെ പാസ്സായി ഇതിന്. അതുകൊണ്ട് നമുക്കൊരു താല്പര്യം ഉണ്ടല്ലോ. നമ്മളൊരു സബ്ജക്ട് പഠിച്ചിട്ടേ ചെയ്യുള്ളൂ. ഏത് കാര്യത്തിൽ ഇറങ്ങണം വെച്ചാൽ അത് ആദ്യം തന്നെ പോയിരുന്ന് പഠിച്ച് അതിനെ കുറിച്ച് വായിക്കും. അത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, എന്തായാലും നമ്മളത് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് ആലോചിക്കും. അപ്പോഴാണ് നമുക്ക് സംശയം പിന്നെ സംശയം വന്നാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഒന്നറിയാണ്ട് ഒരാളുടെ അടുത്ത് വരുന്നത് നിങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ ചെയ്യും. നമ്മളവിടെ അത് ഇരുന്ന് സമയം കളയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു. നമ്മൾ ഡ്രോണിനെ കുറിച്ച് പഠിച്ചു, ഡ്രോണിന്റെ സാങ്കേതിക വിദ്യ പഠിച്ചു, ഡ്രോൺ അഴിച്ച ഫിറ്റ് ചെയ്യുന്നൊക്കെ അതൊക്കെ അവര് പഠിപ്പിക്കും. ഫുൾ അഴിച്ചിട്ട് നമുക്ക് റീലോഡ് ചെയ്ത് പഠിപ്പിക്കും. അപ്പൊ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഡ്രോൺ ആയല്ലോ. പിന്നെ നമ്മൾ ഇതിന്റെ പേലോഡൊക്കെ ആദ്യം വാക്ക് പഠിക്കുന്നത് അങ്ങനെയാണ്. ആവശ്യമില്ലാത്തൊരു കാര്യമല്ലേ. അപ്പൊ പഠിച്ചപ്പോ പേലോഡിന്റെ മെക്കാനിസം, പേലോഡ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ അവര് പിന്നെ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നൊക്കെ പഠിച്ചു. അപ്പൊ ആശയങ്ങൾ കയറി വന്നു. പിന്നെ നമ്മള് 10-750 ആനേനെ മയക്കൂടി വെച്ചൊരു പരിചയം ഇവരെ കൂടെ നടന്നിട്ട് നമുക്കുണ്ട്. അപ്പൊ അത്രയും നമുക്ക് പരിചയമുള്ള നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്നുള്ളൊരു ചിന്തകൾ അവിടെ കടന്നു വന്നു. പിന്നെ നമ്മുടെ ആവശ്യത്തിലേക്ക് ഇവിടെ ഇതില് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡ്രോൺ കണ്ടുപിടിച്ചാല് ഉടമസ്ഥർക്കൊന്നും അതിൽ ഹാപ്പി ഉണ്ടാവില്ല. കാരണം അവർക്ക് ഇത് ടെൻഷൻ ഇല്ലല്ലോ. അവർക്ക് ഇത് കണ്ടുപിടിച്ച ഡോക്ടറെ രക്ഷിക്കാനാ അത് കണ്ടുപിടിച്ചത്, മറ്റേ ആനനെ രക്ഷിക്കാനല്ല ശരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്കൊന്നും അത്ര ഫീൽ ചെയ്യില്ല ഇതിന്റെ ഇൻവെൻഷൻ ഇത് ചെയ്യുന്ന ആളുകൾക്കാ. അതിന്റെ പുറകില് പ്രവർത്തിക്കുന്ന ഡോക്ടറുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തിയുടെ സെക്യൂരിറ്റിയാണ് ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാതും നോർമലാ. അപ്പൊ അവര് ഡ്രോണിൽ പോയിട്ട് അവർ ആനനെ വെടിയിക്കുന്ന അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അവരുടെ ഉദ്ദേശം അതല്ല. പക്ഷെ നമ്മള് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി അതൊരു ടെക്നോളജി ഇന്നോവേഷനാ. നാളെ കാട്ടിലൊരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മൾ അരിക്കൊമ്പം വന്നപ്പോഴൊക്കെ ആളുകൾ അയ്യോ ഇതെന്താ. പിന്നെ കാട്ടാനപ്പൊ ഇവിടെ കുതിരാനിലൊക്കെ ആന ഇറങ്ങിയില്ലേ, ടെൻഷൻ വേണ്ട. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും പോണ്ടേ എവിടെയെങ്കിലും ഒരു വണ്ടിയിൽ ഇരുന്ന് സെറ്റ് ചെയ്ത് നമുക്ക് അതിനെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് കണ്ടുപിടിച്ചേ. ഇനി അതിന്റെ റിസർച്ചുകൾ ഇനി നടക്കുമല്ലോ. നമ്മള് ചെയ്യാൻ പറ്റുന്ന കാണിച്ചു കൊടുക്കുക, എങ്ങനെ ചെയ്യാന്നുള്ളതും പറഞ്ഞു കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ അവരിപ്പോ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും വിളിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു കമ്പനി, അവരുണ്ടാക്കുന്ന ഒരു കമ്പനി വിളിച്ചു. നമുക്ക് അത് ഒരുമിച്ചിരുന്നത് സജഷൻ റിലയൻസുകാർ വിളിച്ചു. സാർ ഇതൊന്നും ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരൂ. വൻതാര വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കാണിച്ചു തരാം, എന്ത് വിരോധം. ഞാൻ നിങ്ങൾ മെയിൽ അയച്ചു. അവർ മെയിൽ അയച്ചു. ഞാൻ എന്റെ അടുത്തൊരു ഡേറ്റിൽ ഞാൻ നോക്കിയിട്ട് സൗകര്യം പോലെ വന്നിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. നല്ല കാര്യമല്ലേ. അതൊരു മിണ്ടാപ്രാണീനെ രക്ഷിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യനും അതിനെ കൊണ്ടു നടക്കുന്ന ആ പ്രൊഫഷണൽസിനും സേഫ്റ്റി അല്ലേ. അപ്പൊ ആദ്യമൊക്കെ ആളുകൾ നമ്മളെ കളിയാക്കിയവരുണ്ട്, ഇതൊക്കെ ഒരു വട്ട അല്ലെങ്കിൽ അത് സത്യമുണ്ടോ. കാരണം ഞാൻ എന്റെ ജീവൻ രക്ഷിക്കണ എന്റെ ചുമതലല്ലേ. അതാദ്യം ഞാൻ ചെയ്യില്ലേ, പ്രയോറിറ്റി. അപ്പൊ അതില് കള്ളത്തരം പാടില്ലല്ലോ.
മാത്രമല്ല ഡോക്ടർ ഇത് ചെയ്യുമ്പോ ഇനി അടുത്തൊരു വരുന്ന തലമുറ ഡോക്ടർമാർക്കും കൂടിയല്ലേ. പിന്നെ അവർക്കൊരു ആ ടെൻഷനെ പോയില്ലേ, ആനാന്ന് പറയുമ്പോ ഡ്രോണിലും ചെയ്യാൻ പറ്റുമല്ലോ. അതെ. അപ്പൊ ടെൻഷൻ നമ്മളെപ്പോഴും യന്ത്രത്തൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് ഉപയോഗിക്കണമെന്നില്ല. അത് നോക്കി കണ്ട് നിൽക്കുക, സാധനം ഉണ്ട്, കാലത്തിനനുസരിച്ച് മാറാന്ന് പറയണ. അപ്പൊ കാലഘട്ടത്തിന്റെ ഒരു മാറ്റത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു വലിയൊരു, പിന്നെ അദ്ദേഹം ഇവിടെ MP വരുന്നതിന് മുന്നേ ആനയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തിരുന്നു. പിന്നെ MP വന്നപ്പോ ആള് പറഞ്ഞു എനിക്ക് തൃശ്ശൂർ വന്ന് ആനയ്ക്ക് എന്തെങ്കിലും ചെയ്യണം, അപ്പൊ എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഡോക്ടറെ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അതൊരു മധുരമായുള്ള ഒരു സപ്പോർട്ടായി. കാരണം അത് എല്ലാവരും ചെയ്യില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ താല്പര്യം, സ്നേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ മകളുടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ചെലവ് എത്രയാ, അത് നോക്കണ്ട, അത് ഞാൻ ഏറ്റെടുത്തു. അതായത് 9 ലക്ഷം രൂപ അത് ആ സാധനങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ ആൾ തയ്യാറായി. അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ അത് ബേർഡൻ ആവും. പക്ഷെ ഇത് നമുക്ക് അതിനി വീണ്ടും ഇംപ്രവൈസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര എനർജി കൂടി. അപ്പൊ അടുത്ത ആഴ്ചയില് ഡ്രോണിന്റെ ഒരു, മാത്രമല്ല ഇത് ഒറ്റയ്ക്കല്ല, ഒരു സമൂഹം കൂടുതലുണ്ട്, കൂടെ നിൽക്കാണല്ലോ കൂട്ടുകാര്. നമ്മളെല്ലാവരും ആലോചിച്ച് ചിന്തിച്ച് അടുത്തത് എപ്പോഴും ഒറ്റ പ്രോജക്റ്റിലെല്ലാം ശരിയാവില്ല. അപ്പൊ നമ്മൾ അതിനെ എന്താ പറയാ, റീഐറ്ററേഷൻ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാറ്റം വരുത്തി അടുത്ത സ്റ്റേജിലേക്ക്. ഇപ്പൊ ആദ്യം മൊബൈൽ ഫോൺ ഇറങ്ങുമ്പോൾ വലിയ കുറ്റിക്കായിട്ടുള്ള ഫിലിക്സ് ഉപയോഗിച്ച ഒരാളെ ഞാൻ. ഇന്നിപ്പോ ജസ്റ്റ് എന്താ പറയാ, കാലഘട്ടത്തിൽ മാറുമല്ലോ. അത് തന്നെയാണ് നമ്മൾ. പിന്നെ ഇത് ഏതൊരു ഇൻവെൻഷനും പുറത്താ കണ്ടുപിടിക്കാറ്, ലോകത്തിന് പുറത്തുനിന്ന് നമുക്കറിയാറ്. ഇതല്ല, നമ്മൾ തന്നെ ആദ്യം കണ്ടുപിടിച്ച് കാണിച്ചു കൊടുത്തു, ഇതൊക്കെ ഇങ്ങനെ ചെയ്യാട്ടോ. ശ്രീലങ്കയിലെ ആളുകൾക്ക് അത് സപ്പോർട്ടായി, അവർ വിളിക്കും, അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആഫ്രിക്കയിലെ അവർക്കൊക്കെ ഇതിന് അവരുപയോഗിക്കുന്നത് വേറെ മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കണ്ടോ, വാക്സിനൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് നമ്മുടെ റിയലാ. നമ്മള് ചെന്ന് നമ്മളിരുന്ന് പറത്തി സിമ്പിളായിട്ട് ചെയ്യാം. അത് ഇനി അത് വരും. ഇനി അത് കോമൺ ആയി. ഇപ്പൊ ഞാൻ IIIT കോട്ടയം, അവര് അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരായിട്ട് പറഞ്ഞിട്ട്, അപ്പൊ അത് പ്രോട്ടോടൈപ്പ് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ ഇതല്ല, നമ്മളിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ട്രിഗർ ചെയ്ത് അതിന്റെ ശരീരത്തിൽ കയറ്റി കാണിക്കും. അപ്പൊ ആ വ്യത്യാസങ്ങൾ, അത് അവരുടെ ഒരു ഐഡിയ വന്നു, അതിന്റെ മേലെ അടുത്തൊരു ഐഡിയ വന്നു, ഇനി എന്റെ ഐഡിയക്ക് മേലെ വേറൊരു ഐഡിയ കയറി വരും. എപ്പോഴും അങ്ങനെ തന്നെ വരും. തർക്കമൊന്നുമില്ല.